ഇന്ന് ഒരു എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇത് റിയലി ഇറ്റ്സ് ആൻ ആൻറ്റി ഏജിങ് സീക്രട്ട് ഫോർമുല. ആൻറ്റി ഏജിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയലി ഇറ്റ്സ് ആൻ ആൻറ്റി ഏജിങ് സീക്രട്ട് ഫോർമുല. ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും നിങ്ങൾക്ക് ചെറുപ്പം നിലനിർത്താനും കൂടുതൽ ചെറുപ്പമാവാനും സഹായിക്കുന്നതാണ്. ഇപ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഈ അന്നജത്തിൻ്റെ അളവ് കുറയ്ക്കുക വഴി നിങ്ങൾക്ക് പെട്ടെന്ന് ചെറുപ്പമാകാമെന്ന് ഞാൻ പറഞ്ഞില്ലേ, അത് സത്യമാണ്. അപ്പോൾ ഞാൻ തന്നെ ഇപ്പോൾ പലപ്പോഴും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കത്തില്ല. അതിന് പകരം ഞാൻ എപ്പോഴും പറയില്ലേ, ചിയാ സീഡ് ഓംലെറ്റ് അല്ലെ ചിയാ സീഡ് ഞാനൊരു അതുപോലെ ഒരു സ്ക്രാമ്പിൾ ചെയ്തിട്ട്, ചിയാ സീഡ് ഓംലെറ്റ് എന്ന് പറയാൻ പറ്റത്തില്ല, സ്ക്രാമ്പിൾ ചെയ്ത് കൊണ്ടുപോകും. സ്ക്രാമ്പിൾഡ് ചിലപ്പോൾ ഓംലെറ്റ് ആക്കും. അപ്പോൾ അതിനകത്ത് ശരിക്കും കാർബോഹൈഡ്രേറ്റ്സ് വളരെ കുറവാണ്, ഒരു ലെസ് ദാൻ 5% വരുള്ളൂ. ബാക്കി എല്ലാ ന്യൂട്രിയൻസാണ്, ഫുൾ ഓഫ് ന്യൂട്രിയൻസ്. പക്ഷേ ഏറ്റവും പ്രധാനം എന്താണ്, നല്ല ഫാറ്റും നല്ല പ്രോട്ടീനും വളരെ കൂടുതലുണ്ട്. പോളിഫിനോൾസും ഫ്ലേവനോയിഡ്സും ആൻറ്റി ഓക്സിഡൻസും അതുപോലെ തന്നെ എല്ലാ വൈറ്റമിൻസും മിനറൽസിൻ്റെയും കലവറയാണ്. അതോടൊപ്പം നല്ല നെയ്യും കൂടെ ചേർക്കും. ഞാൻ നേരത്തെ വെർജിൻ കോക്കനട്ട് ഓയിലാണ് ചേർത്തുകൊണ്ടിരുന്നത്. ഇപ്പം ഞാൻ ഈ നെയ്യ് കുറച്ചുകൂടെ പഠിച്ചു കഴിഞ്ഞപ്പോൾ ഈ നെയ്യാണ് കുറച്ചുകൂടെ ആൻറ്റി ഏജിങ് ഫോർമുല അടങ്ങിയത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നെയ്യാണ് കുറച്ച് ചേർക്കുന്നത്. 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒരു ദിവസം ഉപയോഗിക്കുന്നത് നല്ലത് തന്നെയാണ്. ഏറ്റവും നല്ല സ്കിന്നിനും അതുപോലെ തന്നെ ഈ ആൻറ്റി ഏജിങ് ആയിട്ടുള്ള എല്ലാ പ്രോപ്പർട്ടീസും നെയ്യിനകത്ത് വളരെ കൂടുതലുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ ഈ ഇൻഗ്രീഡിയൻസ്, ഈ ഒരു റെസിപ്പി, ഈ ഒരു സാലഡിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എല്ലാം തന്നെയും ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടീസ് ഉള്ളതാണ്. അതാണ് മനസ്സിലാക്കേണ്ടത്. നമുക്ക് പ്രായത്തെ പിടിച്ചു നിർത്താൻ അല്ലെങ്കിൽ ചെറുപ്പത്തിനെ നിലനിർത്താൻ വേണ്ടി നമ്മളെ സഹായിക്കുന്ന ഇൻഗ്രീഡിയൻസാണ് ഇതിനകത്തുള്ളത് എല്ലാം തന്നെ. അപ്പോൾ അത് നമുക്ക് ഓരോന്നായിട്ട് നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ഒരു റെസിപ്പിക്ക് 7 ഇൻഗ്രീഡിയൻസ് അത്യാവശ്യം വേണം. 7 ഇൻഗ്രീഡിയൻസ്. ഇതിലേറ്റവും നമ്പർ 1 ആയിട്ട് നമുക്ക് വേണ്ടത് മുട്ട പുഴുങ്ങി അരിഞ്ഞത്. മുട്ട പുഴുങ്ങി അരിഞ്ഞതെന്ന് പറയുമ്പോൾ ഇതിനകത്ത് ഒരു മുട്ടയുടെ വെള്ളക്കരുവും ഒരു 2-3 മുട്ടയുടെ മഞ്ഞക്കരുവും ഒരുമിച്ചെടുത്താൽ ഏറെ നല്ലത്. മഞ്ഞക്കരുവിനകത്താണ് ഈ എല്ലാ ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടി ഇരിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ ഇത് 2 മുട്ടയുടെ മഞ്ഞക്കരുവും 2 മുട്ടയുടെ വെള്ളക്കരുവും ഉണ്ട്. ഞാൻ അങ്ങനെ അങ്ങ് കട്ട് ചെയ്തു, പുഴുങ്ങിയെടുത്തപ്പോൾ അങ്ങനെ അങ്ങ് കട്ട് ചെയ്തെടുത്തു. ഇതുപോലെയും ചെയ്യാം നിങ്ങൾക്ക്. അപ്പോൾ ഈ മഞ്ഞക്കരു കഴിക്കുമ്പം പേടിച്ച് അയ്യോ ഹാർട്ട് അറ്റാക്ക് വരുമോ ഒന്നും ചിന്തിക്കേണ്ട. ഏറ്റവും അത്യാവശ്യമായ എല്ലാ പോഷകങ്ങളുടെയും കലവറയാണ് മുട്ടയുടെ മഞ്ഞക്കരു. അത് നിങ്ങൾ ഗൂഗിളിലെടുത്ത് സെർച്ച് ചെയ്ത് നോക്കും. എന്ന് പറഞ്ഞാൽ ഒരു കോഴിക്കുഞ്ഞുണ്ടാവുമ്പം അതിന് വേണ്ട എല്ലാ പോഷകങ്ങളും അതിനകത്ത് നിറച്ചു വെച്ചിരിക്കുക. ഈ മഞ്ഞക്കരുവാണ് ഒരു കോഴിക്കുഞ്ഞായിട്ട് വരുന്നത്. അപ്പോൾ അതിന് വേണ്ട കുറേയൊക്കെ പ്രോട്ടീൻ എന്ന് പറയുന്നത് അതിൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമായതാണ്. പക്ഷേ ആ മുട്ടയുടെ മഞ്ഞക്കരുവിൽ നിന്നാണ് കോഴിക്കുഞ്ഞുണ്ടാകുന്നത്, അതും ഓർമ്മ വേണം. അപ്പോൾ അതുകൊണ്ട് അത്രയ്ക്ക് ഗുണത്തിൻ്റെ ഒരു കലവറയാണ്, പോഷകങ്ങളുടെ കലവറയാണ് മുട്ട. പുഴുങ്ങിയത് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുകയാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻറ്റ്. പിന്നെ ടൊമാറ്റോ എന്തിനാണ്? ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ് സാച്ചുറേറ്റഡ് ഫാറ്റ് എന്ന് പറയുന്ന ഘടകമാണ് ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടി. ആൻറ്റി ഏജിങ് അതായത് പ്രായം കുറയ്ക്കാൻ ഏറെ ആവശ്യമായത്. പണ്ടൊക്കെ പറഞ്ഞ് സാച്ചുറേറ്റഡ് ഫാറ്റ് കഴിച്ച് ഹാർട്ട് അറ്റാക്ക് വരും. ഇത് തികച്ചും തെറ്റായ ധാരണയാണ്. അത് നിങ്ങൾ മാറ്റുക, നിങ്ങളുടെ മനസ്സിൽ നിന്ന് മാറ്റുക. അതോടൊപ്പം പക്ഷേ ഒരു കാര്യമുണ്ട്, ഈ സാച്ചുറേറ്റഡ് ഫാറ്റും കുറേ കാർബോഹൈഡ്രേറ്റും കൂടെ കഴിച്ചാൽ പ്രശ്നമാവും. കാർബോഹൈഡ്രേറ്റ് കുറച്ചുകൊണ്ട് വേണം സാച്ചുറേറ്റഡ് ഫാറ്റിലേക്കും അല്ലെങ്കിൽ പ്രോട്ടീനിലേക്കും നമ്മൾ മാറാൻ. അപ്പോൾ അതുപോലെ ടൊമാറ്റോ ഏകദേശം ഇതിപ്പോൾ 2 അല്ലേ, അതിനനുസരിച്ച് ഇത് ഏകദേശം ഒരു 100 ഗ്രാം ടൊമാറ്റോ ചെറുതായി അരിഞ്ഞതാണ്. ടൊമാറ്റോയുടെ ഗുണമെന്ന് പറഞ്ഞാൽ വൈറ്റമിൻ എയുടെ കലവറയാണ്. ലൈക്കോപ്പീൻ ഏറ്റവും നല്ല ആൻറ്റി ഓക്സിഡൻ്റ് കലവറയാണ്. ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടി ഏറ്റവും കൂടുതലുണ്ട്. ആൻറ്റി ക്യാൻസർ പ്രോപ്പർട്ടിയും ഇതിനകത്ത് നന്നായിട്ടുണ്ട്. അതാണ് 100 ഗ്രാം തക്കാളി അരിഞ്ഞത്. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ചേരുവയാണ് സൺഫ്ലവർ സീഡ് എന്ന് പറയുമ്പം അറിയാമല്ലോ, സൂര്യകാന്തിയുടെ വിത്താണ്. ഇതിനകത്ത് കൊളാജൻ പ്രൊഡക്ഷൻ ആവശ്യമായ ഇൻഗ്രീഡിയൻറ്റ് ഇതിനകത്ത് വളരെയധികം ഉണ്ട്. കൊളാജൻ അറിയാമല്ലോ, ആൻറ്റി ഏജിങ് ഏറ്റവും നല്ല സ്കിന്നിന് കൊളാജൻ നന്നായിട്ട് വേണം. അപ്പോൾ അതിന് ഉള്ള ഏറ്റവും, അതുപോലെ തന്നെ വൈറ്റമിൻ എ, ഡി, ഇ, കെ എല്ലാ നല്ല ഫാറ്റ് സോലുബിൾ വൈറ്റമിൻസും ഇതിനകത്ത് വളരെയധികമുണ്ട്. മിനറൽസും വളരെയധികമുണ്ട്. മാഗ്നീഷ്യം, മാംഗനീസ്, കാൽസ്യം, അയൺ എല്ലാം തന്നെയും നന്നായിട്ടുണ്ട്. ഇതൊരു 10 ഗ്രാം
സൂര്യകാന്തി എണ്ണ, സൂര്യകാന്തി വിത്ത് 10 ഗ്രാം സൂര്യകാന്തിയുടെ വിത്ത്, സൺഫ്ലവർ സീഡ്സ് എടുക്കാം. അടുത്തത് വെളുത്തുള്ളി. ഈ വെളുത്തുള്ളിയും അതുപോലെ തന്നെയാണ്, വളരെ കൂടുതൽ ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടി വെളുത്തുള്ളിക്കുമുണ്ട്. അതുപോലെ ഇത് ഹാർട്ട് അറ്റാക്കിനെ പ്രിവെൻറ്റ്, ഇപ്പം ഇത് ശരിക്കും ഒരു സപ്പോർട്ടീവായിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. മുട്ടയ്ക്കകത്തിരിക്കുന്ന ഈ മഞ്ഞക്കരു കഴിക്കുമ്പോൾ, അല്ലെങ്കിൽ അതിനകത്തൊരു കുറച്ച് സാച്ചുറേറ്റഡ് ഫാറ്റ് ഉണ്ടല്ലോ, അതുപോലെ നെയ്യും നമ്മൾ ചേർക്കുന്നുണ്ട്. അപ്പോൾ ആ സാച്ചുറേറ്റഡ് ഫാറ്റ് അതിൻ്റെ കുഴപ്പം മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് ഇതിനകത്ത് അടങ്ങിയിട്ടുള്ള അലിസിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആൻറ്റി ഓക്സിഡൻറ്റ് രക്തം രക്തം കട്ട പിടിക്കാതിരിക്കാൻ നമ്മളെ സഹായിക്കും. അപ്പോൾ അങ്ങനെ ഇത് കുറച്ചൊന്ന് എണ്ണയിലൊന്ന് സോട്ട് ചെയ്തെടുത്തതാണ് വെളുത്തുള്ളി. അത് ഒരു 5 ഗ്രാം വെളുത്തുള്ളി എണ്ണയിൽ ഒന്ന് സോട്ട് ചെയ്ത്, അത് ഞാൻ ഇത്തിരി നെയ്യിലാണ് സോട്ട് ചെയ്തെടുത്തത്. പിന്നെ മുരിങ്ങയില അറിയാലോ, വൈറ്റമിൻ എയും വൈറ്റമിൻ സിയും ഒക്കെയുള്ള, അത് ഞാൻ വെള്ളത്തിലിട്ട് ജസ്റ്റ് ഒന്ന് നല്ല ചൂട് വെള്ളത്തിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് മുക്കിയെടുത്തതാണ് മുരിങ്ങയിലയുടെ പവർ ഹൗസ് ഓഫ് ന്യൂട്രിയൻസ് ആണ്. A, B, C, E, K എല്ലാം ഉണ്ട് ഇതിനകത്ത്. മുരിങ്ങയിലയിൽ ഇല്ലാത്ത പോഷകങ്ങളില്ല. ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ കണ്ടൻറ്റ്, ഇലയിൽ ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ കണ്ടൻറ്റ് ഉള്ളത് മുരിങ്ങയിലയിലാണ്. പിന്നെ മറ്റൊരു ആൻറ്റി ഏജിങ് പ്രധാനപ്പെട്ട ഒരു സീഡാണിത്. ഇതറിയാമോ? മനസ്സിലായോ എന്താണിത്? വാൽനട്ട്സിൻ്റെ അകത്തിരിക്കുന്ന പോഷകങ്ങൾ നിരവധിയാണ്. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ omega-3 ഫാറ്റി ആസിഡ് വളരെയധികമുണ്ട്. അതുപോലെ തന്നെ അതുകൊണ്ട് തന്നെയാണ് ഇതിങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ചെറിയൊരു മണം മാറി വരും. ഏറ്റവും നല്ല ഫാറ്റ് ഏറ്റവും കൂടുതൽ ഉള്ളത് വാൽനട്ടിലാണ്. അപ്പോൾ അതും 2 എണ്ണം എടുത്ത് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ചിയാ സീഡ് അറിയാമല്ലോ, ഇതിനകത്ത് omega-3 ഫാറ്റി ആസിഡും പ്രോട്ടീനും ഫൈബറും ഒക്കെ വളരെ കൂടുതലുണ്ട്. സോലുബിൾ ഫൈബറാണ്, അതാണ് ഇതിങ്ങനെ പൊങ്ങി വരുന്നത് പെട്ടെന്ന്. സോലുബിൾ ഫൈബറിൻ്റെ കലവറയാണ് ചിയാ സീഡ്. വളരെയധികം ന്യൂട്രിയൻസ് ഉണ്ട്. വളരെ ഫാസ്റ്റായിട്ട് നമ്മുടെ ശരീരത്തിലേക്ക് റെയർ മിനറൽസും ട്രേസ് എലിമെൻറ്റ്സും കിട്ടാൻ എളുപ്പമുള്ള ഒരു മാർഗ്ഗമാണ് ചിയാ സീഡ് ചേർക്കുക എന്നത്. പിന്നെ കുരുമുളക് പൊടി, ഉപ്പ് ആവശ്യത്തിന്. പിന്നെ ഇതിൽ ഒരു 5 ml നെയ്യും 5 ml ഒലിവ് ഓയിലുമാണ് ഞാൻ ഇതിനു വേണ്ടി ആഡ് ചെയ്യുന്നത് നമ്മുടെ സാലഡ്സിന്. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് തയ്യാറാക്കാം. നമുക്ക് മുട്ട ചേർക്കാം. തക്കാളി ചേർക്കാം. സൺഫ്ലവർ സീഡ്സ് ചേർക്കുന്നു. വാൾനട്ട്സ്, മുരിങ്ങയില കഴിക്കുമ്പം പ്രശ്നമുള്ളവർ മുരിങ്ങയില അധികം കഴിക്കാതെ നോക്കുക. പകരം പാലക്കിലയോ ലേശം ചീരയില ഒന്ന് സോട്ട് ചെയ്തെടുത്തോ ചേർക്കാവുന്ന. പിന്നെ വെളുത്തുള്ളി ഒന്ന് മൂപ്പിച്ചെന്ന് പറയാൻ പറ്റത്തില്ല, ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്തതാണ്. ഇനി നമുക്ക് ചിയാ സീഡ് ചേർക്കാം. ലേശം വെള്ളത്തിൽ കുതിർത്തെടുത്തതാണിത്. ഉപ്പ്, ലേശം നെയ്യ്, 5 ml നെയ്യ്, ഒലിവ് ഓയിൽ, ഒരു 5 ml ഒലിവ് ഓയിൽ, പെപ്പർ പൗഡർ,
സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾ വിചാരിക്കും ഈ മാഡം തന്നെ ഉണ്ടാക്കി തന്നെ കഴിച്ച് സൂപ്പർ ടേസ്റ്റാണെന്ന് പറയുന്നത്. നിങ്ങൾ കഴിച്ച് നോക്കൂ, നിങ്ങൾ ഉണ്ടാക്കി നോക്കൂ, അപ്പോൾ അറിയാം അതിൻ്റെ വ്യത്യാസം. അത് സാധാരണ ഉണ്ടാക്കുന്ന ഒരു സാലഡ് പോലെയല്ല, എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. അതുതന്നെയാണ് ഇതിൻ്റെ ക്വാളിറ്റിയും. വളരെ യുണീക്കായിട്ടുള്ള ഗുണങ്ങളുള്ള ഒരു സാലഡാണിത്. അപ്പം ഇതിൽ ഞാനിപ്പോൾ പറഞ്ഞ കാര്യം ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു. ഇതിനകത്ത് കുറേ അന്നജം, അതായത് കാർബോഹൈഡ്രേറ്റ് ചേർത്താൽ ഇതിൻ്റെ ഗുണം പോയി. കാർബോഹൈഡ്രേറ്റ് തുലോം കുറച്ചുകൊണ്ട് വേണം ഈ സാലഡ് ഉണ്ടാക്കാൻ, അത് എപ്പോഴും ഓർമ്മ വേണം. അതാണ് ഞാൻ ഇങ്ങനെയുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം സെലക്ട് ചെയ്തുണ്ടാക്കിയത്. എങ്കിൽ മാത്രമേ അതിനൊരു ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടി വരുന്നുള്ളൂ. പ്രായത്തിനെ പിടിച്ചു നിർത്താൻ, ചെറുപ്പം നിലനിർത്താൻ, അങ്ങനെയുള്ള ആ ഗുണങ്ങൾ നമ്മൾ പ്രോട്ടീനും ഫാറ്റുമാണ് കൊടുക്കേണ്ടത്. അതോടൊപ്പം വൈറ്റമിൻ എ അത്യാവശ്യം വേണം, വൈറ്റമിൻ സി അത്യാവശ്യം വേണം. അതുപോലെ തന്നെയാണ് വൈറ്റമിൻ ഇ, എ, സി, ഇ. ഈ പറയുന്ന എല്ലാ വൈറ്റമിൻസും കൊളാജൻ പ്രൊഡക്ഷൻ ഏറെ അത്യാവശ്യമാണ്. വൈറ്റമിൻ ഇ ബ്യൂട്ടി വൈറ്റമിനാണ്. അപ്പോൾ തീർച്ചയായും അതുപോലെ സ്കിന്ന് നന്നായിട്ടിരിക്കാൻ വേണ്ടി ഈ പറഞ്ഞ നെയ്യ്, നമ്മൾ ഒലിവ് ഓയിൽ, അതൊക്കെ ചേർത്ത് സ്കിൻ നന്നായി ഗ്ലോയിങ് ആയിട്ട് വരാനാണ്. അതായത് റിങ്കിൾസ് വരാതിരിക്കാനും, പാടുകൾ, കറുപ്പ്, പൊട്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമല്ലോ നമ്മൾ പ്രായമായി വരുമ്പോൾ, അതൊക്കെ നന്നായിട്ട് ഫെയ്ഡ് ചെയ്ത് പോകാൻ ഏറെ സഹായിക്കുന്നതാണ് ഇതിനകത്തുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും. ടൊമാറ്റോ ആണെങ്കിലും മുരിങ്ങയിലയാണെങ്കിലും എല്ലാം ഓരോ ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടി ഉള്ളത് ഞാൻ തിരഞ്ഞെടുത്ത് ഒരുമിച്ച് നമ്മളൊരു സാലഡ് ഉണ്ടാക്കിയതാണ്. പിന്നെ അതോടൊപ്പം തന്നെ പ്രധാനമായിട്ട് ചില ഡോൺസ് ഉണ്ട്, അത് ഓർമ്മ വേണം. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അഡ്വാൻസ്ഡ് ഗ്ലൈക്കേഷൻ എൻഡ് പ്രോഡക്റ്റ് ആയിട്ടുള്ള ബന്ധം നന്നായിട്ട് കുറയ്ക്കണം. അതെന്താണ്? നമ്മൾ ഡീപ് ഫ്രൈ ഐറ്റംസ്, അത് പ്രത്യേകിച്ചും പ്രോട്ടീനും അന്നജം, അല്ല പ്രോട്ടീനും കാർബോഹൈഡ്രേറ്റ്സും അല്ലെങ്കിൽ ഫാറ്റും കാർബോഹൈഡ്രേറ്റും ആയിട്ടുള്ള കോമ്പിനേഷൻ ആണ് ഏറ്റവും കുഴപ്പം. ഇത് പറഞ്ഞ് നമ്മൾ ഐസ്ക്രീം കൂടുതൽ കഴിക്കുക, അല്ലെങ്കിൽ ഡീപ് ഫ്രൈ ഐറ്റംസ്, ബേക്കറി ഐറ്റംസ്, പിന്നെ ഫ്രഞ്ച് ഫ്രൈസ്, അത് കൂടുതൽ AGED വരുന്നതാണ്. അഡ്വാൻസ് ഗ്ലൈക്കേഷൻ എന്ന് പറഞ്ഞാൽ ഓയിലും അതോടൊപ്പം കാർബോഹൈഡ്രേറ്റുമാണ് അതിന് കൂടുതൽ ഉള്ളത് ഈ ഫ്രഞ്ച് ഫ്രൈസിൽ. അതുപോലെ തന്നെയാണ് ഈ ബാർബിക്യൂ ഐറ്റംസ് ഉണ്ടല്ലോ, ഈ ചിക്കൻ, അങ്ങനെയുള്ള ബീഫ്, അങ്ങനെയുള്ള സാധനം കൂടുതലും മധുരമുള്ള സോസുകൾ ചേർത്തിട്ട് ബേക്ക് ചെയ്യുകയും അങ്ങനെയുള്ള പ്രോസസ്സിങ് തീർച്ചയായിട്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണ്. ഈ ഏജിങ് ക്വാളിറ്റീസ് അതിന് കൂടും, പ്രായമാവുന്ന ക്വാളിറ്റീസാണ് അതിനൊക്കെ കൂടുന്നത്. അങ്ങനെയുള്ള റിഫൈൻ പ്രോഡക്ട്സും ഇങ്ങനെയുള്ള പ്രോസസ്ഡ് ഫുഡ്സിലും എല്ലാം, ബിസ്ക്കറ്റ്സ്, അതുപോലെ തന്നെ ബർഗർ, ഇതിലൊക്കെ തന്നെ പ്രശ്നങ്ങളുണ്ട്. ബർഗറിനേക്കാൾ കൂടുതൽ പ്രശ്നങ്ങൾ ഈ ഫ്രൈ ചെയ്യുന്നതിനകത്താണ് കൂടുതലായിട്ടുള്ളത്. ബർഗറിന് അത്രയും വരുന്നില്ല, എങ്കിലും ഇല്ലയെന്ന് പറയാൻ പറ്റില്ല. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മളുടെ എന്താ പറയുക, ഏജിങ്ങിനെ കുറയ്ക്കാനായിട്ട് ഏറെ സഹായിക്കുന്നത് മറ്റുള്ള കാര്യങ്ങൾ, എക്സസൈസ് ഏറ്റവും പ്രധാനം. അതുപോലെ തന്നെയാണ് പ്രാക്ടീസ് യോഗ, മെഡിറ്റേഷൻ, ഡീപ്പ് റിലാക്സേഷൻ. എപ്പോഴും പോസിറ്റീവ് തിങ്കിങ് അത്യാവശ്യമാണ്. നല്ല ഉറക്കം വേണം, അത്യാവശ്യം ഒരു 7 to 8 hours ആണ് ഉറങ്ങേണ്ടതെന്ന് പറയുന്നു. എങ്കിലും മിനിമം നമ്മൾ ഉറങ്ങുന്ന സമയം ക്വാളിറ്റി ഓഫ് സ്ലീപ്പ് ഷുഡ് ബി അബ്സല്യൂട്ട്ലി ഹൈ. നന്നായിട്ട് നല്ല ക്വാളിറ്റി എന്ന് പറയുമ്പം ഉറങ്ങുന്ന സമയം നല്ല ഡീപ്പ് സ്ലീപ്പായിരിക്കണം, അതാണ് ക്വാളിറ്റി. സ്ലീപ്പിൻ്റെ ക്വാളിറ്റി നല്ലതായിരിക്കണം. പിന്നെ എക്സസൈസ് ചെയ്യുക, തിങ്ക് പോസിറ്റീവ്ലി, എപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിക്കുക. നെഗറ്റീവായിട്ട് ചിന്തിക്കുമ്പോൾ നമ്മുടെ ബോഡിയിൽ സ്ട്രെസ് ഹോർമോൺസ് ഉണ്ടാവും. സ്ട്രെസ് ഹോർമോൺസ് ഒത്തിരി പ്രായം ഉണ്ടാക്കുന്നതാണ് എല്ലാ അർത്ഥത്തിലും. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ഒരുപോലെ ഞാൻ എപ്പോഴും പറയാറുണ്ട്. ഡിസ്ട്രസ് ഫോർമുല ഇല്ലേ, അങ്ങനെ ഒരു വീഡിയോ കിടപ്പുണ്ട്, ഷോർട്ട് വീഡിയോയും കിടപ്പുണ്ട്. ഡിസ്ട്രസ് ഫോർമുലയിലുള്ള എല്ലാ കാര്യങ്ങളും റെഗുലറായിട്ട് ഫോളോ ചെയ്യുക വഴി തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രായത്തെ പിടിച്ചു നിർത്താനും ചെറുപ്പം നിലനിർത്താനും സഹായിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം.